അപ്പോൾ സീനിയർ എപ്പോഴും നമ്മൾ പറയുമ്പോൾ സീനിയർ ലെവൽ ഓഫീസർമാർ നന്നായിരുന്നാലേ താഴെയുള്ള ഓഫീസർമാർ അവർ ഇന്നെഫക്റ്റീവ് ആയാൽ നമ്മുടെ ഇപ്പോഴത്തെ ED റെയ്ഡ് ഹൈലി ഇന്നെഫക്റ്റീവ് ആയതുകൊണ്ട് താഴോട്ടും ആരും ഒന്നും ചെയ്തില്ല. കറപ്റ്റ് ആയിരുന്നാലും താഴോട്ടും പോകും. സപ്പോസ് DYSP ഓണസ്റ്റാണ്, SI ഓണസ്റ്റാണ്, അതുകൊണ്ടും ഗുണമില്ല. കാര്യം ഞാൻ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടിരിക്കും. നിങ്ങളെന്തിനാണോ അത് ചെയ്തത്, അതിപ്പോൾ വേണ്ട മറ്റേ മറിച്ചെന്ന് പിന്നെ അയാൾക്കവിടെ ജീവിക്കണ്ടേ? എപ്പോഴും ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും മുകളിൽ നിന്ന്. ചിലർ ഒന്നുമേ ചെയ്യില്ല. അപ്പോൾ പിന്നെ DYSPയും SIയും CAയും ഒക്കെ അങ്ങ് വിരാജിക്കുകയായിരുന്നു. കഴിഞ്ഞ ഭരണകാലത്ത് അങ്ങനെ നമ്മൾ കുറേ കണ്ടു ആ ഒരു സിറ്റുവേഷൻ. ഈ മിഡിൽ ലെവൽ ഓഫീസേഴ്സ് അങ്ങ് വിരാജിച്ചു, സീനിയർ ഓഫീസേഴ്സ് ഒന്നും ചെയ്തില്ല. അപ്പം ഇതെല്ലാം മാറ്റി ഒരു മികച്ച ഭരണം എങ്ങനെ കൊണ്ടുവരണമെന്ന് അവർക്ക് രണ്ടുപേർക്കും CMനും ഇപ്പോഴത്തെ HMനും ആഗ്രഹമുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം ഞാൻ പറയും, ഒരു പരിണിതപ്രജ്ഞനായ ഒരുപാട് കേസുകൾ ഡീൽ ചെയ്ത് ലാൻഡ് ഓർഡർ, ക്രൈം, വിജിലൻസ്, ഇവിടെ എല്ലാം ജോലി ചെയ്ത് കോടതിയിൽ പോയി ഈ ഡിഫൻസ് ലോയേഴ്സുമായിട്ടൊക്കെ അടിയുണ്ടാക്കി കേസുകൾ കൺവിക്റ്റ് ചെയ്ത് എപ്പോഴും പ്രശാന്ത് ആലോചിക്കേണ്ടത്, ഇനി എന്ത് പുലിയായാലും കടുവയാണെന്ന് പറഞ്ഞാലും മുകളിലിരിക്കുന്ന കട്ടിംഗ് ലെവൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ SI to DYSP ആണ്. SI to DYSP ആണ്. അത് പലരും മറക്കുന്നു, നമ്മുടെ പ്രേക്ഷകർ അവരും അത് മറക്കുന്നു. അപ്പോൾ ഇവർ പറയും മറ്റേ IPS വ്യാക്രം വന്നിറങ്ങി ഞങ്ങളുടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഇങ്ങനെ ചെയ്തു ഭയങ്കര ക്ലെയിമാണ്. എന്നാൽ ഇതേപോലുള്ള ED റെയ്ഡിന് മറ്റേ അവരെ ED ഓഫീസേഴ്സിനെ കത്തിച്ചളയുമായിരുന്ന ഒരു സിറ്റുവേഷനിൽ ഒന്നും ചെയ്യില്ല. ഒന്നീ ആ എക്സ്ട്രീം അല്ലെങ്കിൽ ഈ എക്സ്ട്രീം, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിലൊക്കെ ഭയങ്കര പ്രൊഫഷൻസ് തെളിയിച്ച റിട്ടയർഡ് ഓഫീസേഴ്സ് ഇവിടെ ഒരുപാടുണ്ട്. എനിക്ക് അത്രയും പ്രൊഫഷൻസി ഒന്നും ഇല്ല. പ്രൊഫഷൻസി ഉള്ള മാത്യു പോളികാർപ്പ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഞാൻ എപ്പിസോഡിൽ പറഞ്ഞില്ലേ, മാത്യു പോളികാർപ്പ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാച്ച്മേറ്റ്സൊക്കെ ഇപ്പോൾ ADGP ആണ്, IPS ഉദ്യോഗസ്ഥനാണ്. മാത്യു പോളികാർപ്പ് എന്ന് പറഞ്ഞാൽ മണ്ണാർക്കാട് മറ്റുള്ള എൻ്റെ ഒരു ഗുരുവാണ്. ഞാൻ ചില കാര്യങ്ങളൊക്കെ അദ്ദേഹത്തെ വിളിച്ച് സംശയം ചോദിക്കും.